15. Find the two positive integers x and y such that their sum is 35 and the product x square y raised to 5 is a maximum. അപ്പം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? നമുക്കറിയാം എക്സ് പ്ലസ് വൈ 35 ആണെന്ന് തന്നിട്ടുണ്ട്, സം 35 ആണ്, വൈ 35 മൈനസ് എക്സ് എന്ന് എടുത്തു, പ്രോഡക്റ്റ് പി ഓഫ് എക്സ് എക്സ് സ്ക്വയർ ടൈംസ് വൈക്ക് പകരം 35 മൈനസ് എക്സ് റൈസ് ടു 5 കൊടുക്കുക. ഫൈൻഡ് എക്സ് ഫോർ വിച്ച് പി ഓഫ് എക്സ് ഈസ് മാക്സിമം. എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാം? ആദ്യമേ ഇപ്പോൾ പി ഓഫ് എക്സ് എക്സ് സ്ക്വയർ ടൈം 35 മൈനസ് എക്സ് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യമേ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു പി ഓഫ് എക്സ് മാക്സിമം ആണെന്നുണ്ടെങ്കിൽ പി ഡാഷ് എക്സ് എന്താകണം? 0 ആകണം. ഡെറിവേറ്റീവ് എന്താകണം? 0 ആകണം. ഓക്കെ, കാരണം നമുക്കറിയാം നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ, ഈ ഒരു ഫംഗ്ഷൻ മാക്സിമം അല്ലെ മിനിമം വന്നിട്ട് എന്തായിരിക്കും? ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റിലാണ് മാക്സിമം വരുന്നതെങ്കിൽ എഫ് ഡാഷ് എ എന്തായിരിക്കും? 0 ആയിരിക്കും. അവിടെ ഞാൻ എന്ത് അപ്ലൈ ചെയ്തു? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. ഓക്കെ, വിത്ത് ചെയിൻ റൂൾ. ഫസ്റ്റ് വൺ ഡെറിവേറ്റീവ് ഫസ്റ്റ് വൺ പ്ലസ് സെക്കൻഡ് വൺ പ്ലസ് സെക്കൻഡ് വൺ ടൈംസ് ഡെറിവേറ്റീവ് സെക്കൻഡ് വൺ. അവിടെ നമ്മൾ എന്ത് ചെയ്തു? 5 35 മൈനസ് എക്സ് 5 ടൈം 35 മൈനസ് എക്സ് റേസ് ടു 4 ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ് എത്ര വന്നു? -1. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? -1 വന്നിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ശ്രദ്ധിക്കുക. അവിടെ ഏതാണ് അപ്ലൈ ചെയ്തത്? ചെയിൻ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഇനി നമ്മൾ കോമൺ ആയിട്ടുള്ള ടൈമാണ് 35 മൈനസ് എക്സ് റൈസ് ടു 4 കോമൺ ആയിട്ട് വെളിയിലെടുത്തു. എക്സും 35 മൈനസ് എക്സും കോമൺ ആണ്. എക്സ് ടൈം 35 മൈനസ് എക്സ് റൈസ് ടു 4 വെളിയിലെടുത്തു. മിച്ചം വരുന്ന 2 വരും, ഒരു 35 മൈനസ് എക്സ് വരും. ഇവിടെ മിച്ചം വരുന്ന എത്ര വരും? ഒരു -5x വരും. സിംപ്ലിഫൈ ചെയ്യുമ്പം 35 മൈനസ് 2x മൈനസ് 5x 70 മൈനസ് 7x എന്ന് വരും. സോ 7x ടൈംസ് 35 മൈനസ് എക്സ് റൈസ് ടു 4 10 മൈനസ് എക്സ്. അപ്പം എന്നെങ്കിൽ എക്സ് 0 ആകാം, അല്ലെങ്കിൽ എക്സ് 35 ആകാം, എക്സ് 10 ആകാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ചെയ്യാം? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യാം. ഇത് ഉപയോഗിച്ച് നമുക്ക് ഏതാണ് മാക്സിമം ഏതാണ് മിനിമം എന്നുള്ളത് എന്ത് ചെയ്യുന്നതിന് വേണ്ടി? കണ്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഒരു ഓപ്ഷൻ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. നമുക്ക് ഓൾറെഡി റൂൾ ഉണ്ട്. എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ഓരോ വാല്യൂയിലും എന്ത് കണ്ടുപിടിക്കുക? സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് ഈച്ച് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ, നൗ പി ഡബിൾ ഡാഷ് എക്സ് നമ്മൾ ഏത് വാല്യൂയിലാണ്? 0യിലും 0 ഒരിക്കലും വരുവില്ല, കാരണം 0 വരുവാണെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് ഒരിക്കലും അത്രയും വലിയ വാല്യൂ വരും. നമുക്ക് ഇതാണ് പോസിബിലിറ്റി. പി ഡാഷ് എക്സ് 0 0 വരും, 35 വരും, 10 വരും. 0 ഒരിക്കലും പോസിബിൾ അല്ല, കാരണം 0 വരുമ്പോഴത്തേക്കും പ്രോഡക്റ്റ് 0 ആയി പോകും. അപ്പോഴത്തേക്കും നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്? 35 എടുത്താലും പിന്നെ എന്തായിരിക്കും? ഒരു വാല്യൂ 35 ആണെങ്കിൽ സെക്കൻഡ് വൈയുടെ വാല്യൂ എത്ര വരും? നമുക്കറിയാം y എന്ന് പറയുന്നത് എത്രയാണ്? y ഈക്വൽ ടു 35 മൈനസ് എക്സ് ആണ്. അപ്പം ഒരു വാല്യൂ എക്സ് ആയ ഒരു വാല്യൂ 0 ആയി കഴിഞ്ഞാൽ പ്രോഡക്റ്റ് 0 ആവും. അതായത് എക്സ് 35 മീൻസ് എന്തായിരിക്കും? പ്രോഡക്റ്റ് രണ്ടാമത്തെ വാല്യൂ 0 ആയതുകൊണ്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അതുപോലെ എക്സ് 0 ആണെങ്കിലും എന്ത് സംഭവിക്കും? പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം ഈ രണ്ട് വാല്യൂ എന്താണ്? എക്സ് 0യും 35 ഒരിക്കലും പോസിബിൾ അല്ല, കാരണം എക്സ് 0 ആണ്, പ്രോഡക്റ്റ് 0 ആയി. എക്സ് 35 ആണ്, രണ്ടാമത്തെ വൈഡ് വാല്യൂ 0 ആയി, അതിന് കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് എന്തായി? 0. ഇനി എക്സ് 10 മാത്രമേ ഉള്ളൂ. നമുക്കൊരു സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് ആപ്ലിക്കബിൾ. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്തറിയാം? അത് മാക്സിമം ആയിരിക്കും. ഓക്കെ, അതൊരു ഓപ്ഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, കാരണം നിങ്ങൾക്ക് ഒരു എറർ വരാൻ നോക്കണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡിൽ എങ്ങനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് തന്നെ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ എന്ത് ചെയ്ത് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന കുറച്ച് ലെങ്തിയാണ്. ഓക്കെ, എങ്ങനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ച് ഈ ഒരു ആൻസർ എന്ത് ചെയ്യാം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പം നമുക്കറിയാം ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ സൈൻ നോക്കിയാൽ മതി. ഇതാണ് എഫ് ഡാഷ് എക്സ്. ഓക്കെ, അപ്പം എഫ് ഡാഷ് എക്സ് നമ്മൾ എന്ത് ചെയ്തു? ഒരു നമ്പർ ലൈനിലേക്ക് എന്ത് ചെയ്തു? വരച്ചു. എഫ് ഡാഷ് എക്സ് 0 ആകുന്ന പോയിന്റുകൾ നോക്കി. ഇതാണ് എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് 0 ആകുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് 0, അടുത്ത 10, അടുത്ത 35. ഇനി നമ്മൾ നോക്കുക, 35നേക്കാളും വലിയൊരു വാല്യൂ ഇട്ട് കൊടുക്കുക എന്ന് വിചാരിക്കുക. ലെറ്റ്സ് സേ 40 ഇട്ട് കഴിഞ്ഞാൽ ഈ വാല്യൂ എന്തായിരിക്കും? ജസ്റ്റ് ശ്രദ്ധിക്കുക, 35 മൈനസ് എക്സ് എന്നുള്ള വാല്യൂ നെഗറ്റീവ് വരും. സോറി, ആ വാല്യൂ നെഗറ്റീവ് വരും, പക്ഷേ നെഗറ്റീവ് റേസ് ടു 4 പോസിറ്റീവ് ആയിരിക്കും. 10 മൈനസ് എക്സ് നെഗറ്റീവ് വരും, 7x എന്ത് വരും? പോസിറ്റീവ് വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ വാല്യൂ എത്ര വരും? അതായത് 35 മണ്ടയിലുള്ള ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എഫ് ഡാഷ് എക്സ്, ഓക്കെ,
എഫ് ഡാഷ് 40 എന്നുള്ളത് എത്ര വരും? ഫസ്റ്റ് വാല്യൂ പോസിറ്റീവ്, സെക്കൻഡ് വാല്യൂ പോസിറ്റീവ്, തേർഡ് വാല്യൂ നെഗറ്റീവ്. എത്ര വരും? നെഗറ്റീവ് വരും. ഇനി ഇതിനിടയ്ക്കുള്ള ഒരു വാല്യൂ 10 നും 35 ഇടയ്ക്ക് 20 എടുക്കുകയാണെന്ന് വിചാരിക്കുക. എഫ് ഡാഷ് 20 എത്ര വരും? എഫ് ഡാഷ് 20 നമുക്ക് ആ ഒരു ക്ലോസർ വാല്യൂ മാത്രം മതി. എഫ് ഡാഷ് കാരണം ബാക്കിയുള്ള എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എഫ് ഡാഷ് 20 എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ പോസിറ്റീവ്, ഈ വാല്യൂ പോസിറ്റീവ്, പക്ഷേ ഈ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് തന്നെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി 5 എന്നുള്ളൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എഫ് ഡാഷ് 5 നമുക്ക് ഒബ്വിയസ്ലി എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും. എന്തുകൊണ്ടാണ്? 7x പോസിറ്റീവ് ആണ്, 35 മൈനസ് എക്സ് പോസിറ്റീവ് ആണ്, 10 മൈനസ് എക്സും പോസിറ്റീവ് ആണ്. ഇനി നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ഒരു ഫംഗ്ഷൻ 10 മാത്രം നമുക്ക് പോസിബിൾ ആണെന്ന് നമുക്കറിയാം. 0 35 നടക്കില്ല. ഡെറിവേറ്റീവ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാറുകയാണെങ്കിൽ ഇൻക്രീസിംഗിൽ നിന്ന് ഡിക്രീസിംഗിലേക്ക് വന്നിരിക്കുകയാണ്. ഒബ്വിയസ്ലി എക്സ് ഈക്വൽ ടു 10 എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഇതാണ് ക്വിക്കലി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിനേക്കാളും ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ഈസി ആയിട്ടാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. കാരണം ആ ഗിവൺ ഡെറിവേറ്റീവ് തന്നെ നമ്മുടെ പ്രോബ്ലം എന്ത് ചെയ്തോളും? തീർന്നോളും. ഒബ്വിയസ്ലി 0യും 35യും പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത വാല്യൂ ആണ്. അതുകൊണ്ട് അതിനെപ്പറ്റി എന്ത് ചെയ്യണ്ട? പറയേണ്ട കാര്യമില്ല. പക്ഷെ 10 മാത്രമാണ് എന്ത്? പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? ഡെറിവേറ്റീവ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാറും. എക്സ് 0യേക്കാളും ചെറുതായതിനെ പറ്റി നമ്മൾ ആലോചിക്കുകയോ വേണ്ട. ഓക്കെ, നൗ എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 0യേക്കാളും കുറവുള്ള ഒരു വാല്യൂ എടുത്താൽ എന്ത് സംഭവിക്കും? ഈ വാല്യൂ എന്ത് സംഭവിക്കും? ഓക്കെ, 0യേക്കാളും കുറവുള്ളൊരു വാല്യൂ ജസ്റ്റ് -5 എന്നൊരു വാല്യൂ എടുക്കാമെന്ന് വിചാരിക്കുക. എഫ് ഡാഷ് -5 എന്തായിരിക്കും? അത് നെഗറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ട്? ഈ വാല്യൂ നെഗറ്റീവ്, സെക്കൻഡ് വാല്യൂ പോസിറ്റീവ്, റൈസ് ടു 4 ആയതുകൊണ്ട് ഈ വാല്യൂ പോസിറ്റീവ്. ഓക്കെ, ഫൈനൽ വാല്യൂ എത്രയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതിൽ നമുക്ക് മനസ്സിലാക്കാം 0യിൽ എന്നാ വന്നാലും എന്തായിരിക്കും? മിനിമേ വരത്തുള്ളൂ. എന്തുകൊണ്ട്? ഡെറിവേറ്റീവ് ഡിക്രീസിംഗിൽ നിന്ന് ഇൻക്രീസിംഗിലോട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിനേക്കാളും ഏറ്റവും ബെസ്റ്റ് സിറ്റുവേഷൻ ഇവിടെ ഏതാണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വഴി 10 നമുക്കറിയാം 0യും 35 പോസിബിൾ അല്ല, 10 മാത്രമേ പോസിബിൾ ഉള്ളൂ. 10ൽ ഇൻക്രീസിംഗ് ഡിക്രീസിംഗിലേക്കാണ്. അതുകൊണ്ട് എക്സിന്റെ വാല്യൂ 10. എക്സിന്റെ വാല്യൂ 10 ആണെങ്കിൽ വൈയുടെ വാല്യൂ എത്ര വരും? 25.